رمضان 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 السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. സ്നേഹധന്യരായ സഹോദര സഹോദരിമാരെ, പരിശുദ്ധ റമളാനിൻ്റെ അനുഗ്രഹീതമായ സമയങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ വേണ്ടി വിജ്ഞാനത്തിൻ്റെ വെളിച്ചം ഇവിടെ എല്ലാവരിലേക്കും സമർപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, റമളാൻ എന്ന് പറയുന്ന അറബി പദത്തിൽ 5 അക്ഷരങ്ങളാണുള്ളത്. ഓരോ അക്ഷരങ്ങളും സൂചിപ്പിക്കുന്നത് അത്യത്ഭുതകരമായ വിജ്ഞാന വഴികളാണ് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. റമളാൻ എന്ന് പറയുന്നതിലെ ഒന്നാമത്തെ അക്ഷരം റാ ആണ്. റായിനെ കുറിച്ച് പറയുന്നുണ്ട്, റാ റഹ്മത്തുള്ള, അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവ്വലുഹു റഹ്മത്തുൻ, റമളാനിൻ്റെ ആദ്യ ഭാഗം കാരുണ്യത്തിൻ്റേതാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ 10 ദിവസങ്ങളിൽ അല്ലാഹുമ്മ റഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് നിരന്തരമായി ദുആ ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചു തന്നത്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. റമളാൻ എത്തിക്കഴിഞ്ഞാൽ സ്വർഗ കവാടങ്ങൾ തുറക്കുമെന്നും നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുമെന്നും പൈശാചികമായ ഷെറുകളിൽ നിന്ന് കാവൽ ലഭിക്കാൻ പിശാചിനെ കെട്ടിയിടപ്പെടുമെന്നുമൊക്കെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ വഴിയാണ്. രണ്ടാമത്തെ അക്ഷരം മീം, മഗ്ഫിറത്തുള്ള, അള്ളാഹുവിൻ്റെ പാപമോചനം പെയ്തിറങ്ങുന്ന മാസമാണ്. അതുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, വ ഔസതുഹു മഗ്ഫിറത്തുൻ, റമളാനിൻ്റെ മധ്യഭാഗം പാപമോചനത്തിൻ്റേതാണ്. അതുകൊണ്ടാണ് റമളാനിൻ്റെ നടുവിലെ 10 അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, സർവ്വലോക പരിപാലകനായ അള്ളാഹുവേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്ന് നമ്മൾ ദുആ ചെയ്യുന്നത്. റമളാനിൻ്റെ ഓരോ അമലുകളും എടുത്ത് പരിശോധിച്ചാൽ പാപമോചനത്തിൻ്റെ വഴികൾ തുറക്കുന്നുണ്ട്. നോമ്പിനെക്കുറിച്ച് പറയുമ്പോൾ, മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, ഒരാൾ ശരിയായ വിശ്വാസിയായി അള്ളാഹുവിൽ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുത്താൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടും. റമളാനിലെ ഓരോ ഇബാദത്തിനെ കുറിച്ച് പഠിക്കുമ്പോഴും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ അക്ഷരം ലാദ്, ലമാനാണ്. അള്ളാഹുവിൽ നിന്നുള്ള വലിയ ഉറപ്പ്, വലിയ ജാമ്യം ലഭിക്കുന്ന മാസമാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, നോമ്പുകാരന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ ഉറപ്പ് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്നാണ്. വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബി, റസൂലുള്ളാഹി തങ്ങൾ നോമ്പുകാരനെ കുറിച്ച് പറയുന്നുണ്ട്, നോമ്പുകാരനുള്ള വലിയ ഒരു സന്തോഷം അവൻക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ കഴിയുമെന്നാണ്. ഇത്രമേൽ വലിയ ഉറപ്പ്. അപ്രകാരം തന്നെ പിന്നെ റമളാൻ എന്ന പദത്തിലെ 4ാമത്തെ അക്ഷരം അലിഫാണ്, ഉജറത്താണ്, പ്രതിഫലം, എണ്ണമറ്റ പ്രതിഫലമാണ്. റമളാനിൽ ഒരു നന്മക്ക് ഒരു ഫറലിൻ്റെ പ്രതിഫലം ലഭിക്കുന്നു. ഒരു ഫറലിന് 10 മുതൽ 70 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം ലഭിക്കുന്നു. പ്രതിഫലം പെയ്തിറങ്ങുന്ന മാസമാണ്. നൂന് നജാത്താണ്, രക്ഷയാണ്. സ്വർഗത്തിൻ്റെ ഉപരിതലത്തിൽ പാറി നടക്കുന്ന അടിയാറുകളെ കാണുമ്പോൾ സ്വർഗ കവാടത്തിൻ്റെ കാവൽ ഭടന്മാരായ മലായിക്കത്തുകൾ ചോദിക്കുന്നുണ്ട്, മൻ അൻതും, നിങ്ങൾ ആരാണ്? അവർ പറയുന്നു, നഹ്നു മിൻ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ മുഹമ്മദ് നബിയുടെ സമുദായങ്ങളിൽപ്പെട്ട ആളുകളാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ സ്വർഗത്തിൽ രഹസ്യമായി കടന്നത്? അവർ ആത്മാഭിമാനത്തോടു കൂടി പറയുന്നുണ്ട്, ആരാരും അറിയാതെ രഹസ്യമായി ഞങ്ങൾ ഒരു ഇബാദത്ത് ചെയ്തു, അത് നോമ്പാണ്. അതാർക്കും അറിയില്ല, അടിമക്കും അള്ളാഹുവിനും മാത്രമേ അറിയൂ. അങ്ങനെ രഹസ്യമായി ഒരു ഇബാദത്ത് ചെയ്തപ്പോൾ ആരാരും അറിയാതെ രഹസ്യമായി അള്ളാഹു സുഗലോലുപതയുടെ സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിച്ചതാണ് എന്ന്. റമളാനിൻ്റെ ഓരോ അക്ഷരങ്ങളും വിശാലമായ അർത്ഥങ്ങളിലേക്ക് കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ചെറിയ ഒരു വിജ്ഞാന വഴിയാണ് ഇവിടെ തുറന്നിട്ടുള്ളത്. അള്ളാഹു കൂടുതൽ പഠിക്കാനും പകർത്താനും റമളാനിൻ്റെ പുണ്യം ഉൾക്കൊള്ളുവാനും അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. അള്ളാഹുവെ, റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. എതിരായി സാക്ഷി നിൽക്കുന്നവരിൽ ഉൾപ്പെടുത്തി പരാജയപ്പെടുത്തല്ല റബ്ബേ. ഈ വിജ്ഞാനത്തിൻ്റെ കൂട്ടായ്മയിലുള്ളവരെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.